ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് പുട്ടും ചിക്കൻ കറിയും കൂട്ടി കഴിച്ചാലോ? അപ്പോൾ ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ പുട്ടിനുള്ള പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. അതായത് പുട്ടുപൊടി എടുത്ത് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് നല്ല രീതിക്ക് പുട്ടാക്കാനുള്ള ആ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. കുഴച്ച് വെച്ചിട്ടാകുമ്പം പുട്ടും കുറ്റിയിൽ നമ്മൾ വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ വെള്ളം തിളച്ച് വേഗം എന്താണ് നമുക്ക് പുട്ട് സെറ്റാക്കി അതിനകത്തേക്ക് വെക്കാമല്ലോ എന്നുള്ള ഇതിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാലോ, നമ്മൾ സാധാ ചെയ്യുന്നല്ലോ പുട്ടുപൊടി ഫസ്റ്റ് തേങ്ങ ഇടുക, പുട്ടുപൊടി ഇടുക, തേങ്ങ ഇടുക, പുട്ടുപൊടി ഇടുക, ഇതന്നെ സംഭവം. ഇതിനിടയ്ക്ക് തേങ്ങ തീർന്നു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അമ്മ ആദ്യം പോയിട്ട് തേങ്ങ ഇടുന്നത്. അപ്പോൾ വീണ്ടും ഇതന്നെ സംഭവം. പുട്ടിടുക, തേങ്ങ ഇടുക, പുട്ടുപൊടി ഇടുക, തേങ്ങ ഇടുക, പുട്ടുപൊടി ഇടുക, ഇതന്നെ സംഭവം. അപ്പോൾ സാധനം നിറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് അതിൻ്റെ മുകളിലത്തെ സാധനം കൊണ്ട് അടച്ച് വെക്കുന്നു. അടുത്തതായിട്ട് പുട്ടിൻ്റെ ആവി പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ് ഈ തുണി കണ്ട അത് ചുറ്റി വയ്ക്കുന്നത്. നോട്ട് ദി പോയിൻ്റ്, പുട്ടിൻ്റെ ആവി പുറത്ത് പോകാതിരിക്കാനാണ് ഞങ്ങളങ്ങനെ തുണി വെച്ച് ചുറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ ഈ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്കുള്ളത് ചിക്കൻ കറി. ഇത് ഇന്നലത്തെ ചിക്കൻ കറിയാണ്. അപ്പം അതും ചൂട് പുട്ടും അടിപൊളിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പുട്ടെല്ലാം റെഡിയായി. പുട്ട് നമ്മൾ പുറകുന്ന് കുത്തി ആവശ്യത്തിനുള്ള പുട്ട് പാത്രത്തിലേക്ക് ഇട്ടും. അതിന് ശേഷം നമ്മൾ കുറച്ച് ചിക്കൻ കറി കൊടുത്ത് അതിൻ്റെ കൂടെ ഇട്ട്, അപ്പം എല്ലാം സെറ്റ്. എനിക്ക് പൊതുവേ എല്ലുള്ള കഷ്ണങ്ങളാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? പിന്നെ എല്ലാം എടുത്ത് സെറ്റ്. ഇനി ഇത് മുണുങ്ങുക. അപ്പോൾ ഓക്കെ, ബൈ.